നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് പരിചയപ്പെടുത്തുന്നത് മഞ്ഞൾ കൃഷിയും അതിൻ്റെ വിളവെടുപ്പുമാണ്. അപ്പോൾ ഇതാണ് മഞ്ഞളിൻ്റെ ഒരു മുഴുവനായിട്ടുള്ളൊരു ചെടി. ഇത് മറ്റൊരു ചെടി. ഇങ്ങനെ മഞ്ഞൾ കൂട്ടമായിട്ടാണ് നടുന്നത്. വലിയ വാരം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മഞ്ഞൾ കൂട്ടമായിട്ട് നടുന്നു. ഇതാണ് ഫുള്ളായിട്ട് മഞ്ഞളുള്ള ഒരു വാരം. ഇങ്ങനെ കൂട്ടമായിട്ടാണ് നമ്മൾ മഞ്ഞൾ നടുന്നത്. ഇത് ശരിക്കും മൂത്തിട്ടില്ല, അല്പം പറിക്കാറായിട്ടില്ല. അല്പം കഴിഞ്ഞിട്ടേ ഇത് പറിക്കാറാവുള്ളൂ. അപ്പോൾ പറിക്കാറായ ഒരു 2 ചെടി എങ്ങനെയാണ് പറിച്ച് അതിനകത്ത് നിന്ന് മഞ്ഞളെടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് ഒരു ചെടി നമുക്ക് പറിക്കാനുള്ളത്. ഇതിൻ്റെ ഇലയെല്ലാം പുല്ല് വെട്ടിയപ്പോൾ അവിടെ നിന്ന് മുറിഞ്ഞു പോയി. ഇതാണ് മറ്റൊരു ചെടി. ഇതും രണ്ടും പറിച്ച് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് മഞ്ഞൾ എടുക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. മഞ്ഞളിൻ്റെ ചെടിയുടെ തൊട്ടടുത്ത് നമ്മൾ കളക്കരുത്, കുറച്ച് നീക്കി കളക്കണം. എന്നിട്ട് ആ മണ്ണ് മാറ്റിയിട്ടിട്ട് അതിനകത്തുനിന്ന് മഞ്ഞൾ വേർതിരിച്ചെടുക്കണം. ചെടിയുടെ അടുത്ത് കളച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ അതെല്ലാം പെറുക്കിയെടുക്കേണ്ടി വരും. ഇതാവുമ്പോൾ ആ ഒറ്റ ബണ്ടിലായിട്ട് നമുക്ക് ആ മഞ്ഞൾ കിട്ടും. ഇതാണ് ഒരു ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മഞ്ഞൾ. ഇനി നമുക്ക് അടുത്ത ചെടി പറിക്കാം. ഇതാണ് അടുത്ത ചെടി. ഇതിനകത്തും മഞ്ഞൾ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. മണ്ണ് പതിയെ മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തുനിന്ന് മഞ്ഞൾ കിട്ടും. ഇതാണ് അടുത്ത ചെടിയിലെ മഞ്ഞൾ. ഇങ്ങനെയാണ് നമ്മൾ ചെടിയിൽ നിന്ന് മഞ്ഞൾ പറിച്ച് അതിനുശേഷം ഇതിനകത്തു നിന്നുള്ള മണ്ണെല്ലാം മാറ്റിക്കളഞ്ഞ് മഞ്ഞൾ ഓരോന്ന് പീസ് ഒടിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം പുഴുങ്ങി പിന്നെ വെയിലത്തിട്ട് ഉണക്കി അതിന് ശേഷമാണ് പൊടിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ വീടുകളിൽ മഞ്ഞൾ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലെ കറികളിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ മഞ്ഞൾ കൃഷി വിളവെടുപ്പ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.